മഹാഭാഗവതം രചിച്ചത് വേദവ്യാസനാണ്. മഹാഭാഗവതം 12 സ്കന്ധങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സ്കന്ധങ്ങളെ അധ്യായങ്ങളായും വിഭജിച്ചിട്ടുണ്ട്. ഓരോ സ്കന്ധവും അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: പ്രഥമസ്കന്ധം, ദ്വിതീയസ്കന്ധം, തൃതീയസ്കന്ധം, ചതുർത്ഥസ്കന്ധം, പഞ്ചമസ്കന്ധം, ഷഷ്ഠസ്കന്ധം, സപ്തമസ്കന്ധം, അഷ്ടമസ്കന്ധം, നവമസ്കന്ധം, ദശമസ്കന്ധം, ഏകാദശസ്കന്ധം, ദ്വാദശസ്കന്ധം. പ്രഥമസ്കന്ധത്തിൽ 19 അധ്യായങ്ങളുള്ളപ്പോൾ ദ്വിതീയ സ്കന്ധത്തിൽ 10 അധ്യായങ്ങളും തൃതീയത്തിൽ 33 അധ്യായങ്ങളും ചതുർത്ഥ സ്കന്ധത്തിൽ 31, പഞ്ചമസ്കന്ധത്തിൽ 26, ഷഷ്ഠസ്കന്ധത്തിൽ 19, സപ്തമസ്കന്ധത്തിൽ 15, അഷ്ടമസ്കന്ധത്തിൽ 24, നവമസ്കന്ധത്തിൽ 24, ദശമസ്കന്ധത്തിൽ 90, ഏകാദശസ്കന്ധത്തിൽ 31, ദ്വാദശസ്കന്ധത്തിൽ 13 ഇങ്ങനെയാണ് അധ്യായങ്ങളുള്ളത്. പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഭാഗവതം തുടങ്ങുന്നത് ഭാഗവത മാഹാത്മ്യത്തോടെയാണ്. ഭാഗവതം തുടങ്ങുന്നത്. അതിൽ മാഹാത്മ്യം ഭാഗത്തിൽ 6 അധ്യായങ്ങളുണ്ട്. ആറാമത്തെ അധ്യായത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണ വിധം ചേർത്തിട്ടുള്ളത്.